1.5 മാസമായി നമ്മളെ നാട് ഒരു മനുഷ്യന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കും. എല്ലാ സോഷ്യൽ മീഡിയയും എല്ലാ മൂല്യന്മാരും അല്ലാത്തവരും എല്ലാവരും ബഹളമാണ് രാവും പകലും. ആ മനുഷ്യന്റെ ക്യാരറ്റ് പരിശോധിക്കുന്ന തിരക്കിലാണ്. ആ മനുഷ്യന്റെ ക്യാരറ്റ്, ആ മനുഷ്യന്റെ കഴിവ്, ആ മനുഷ്യന്റെ കറാമത്ത്, ഇങ്ങനെ തർക്കിക്കണം രാവും പകലും. തലയൊക്കെ കെട്ടിയവരും തൊപ്പിട്ടവരും ഇല്ലാത്തവരും നീണ്ട താടിക്കാരും ചുരുണ്ട താടിക്കാരും ഒക്കെ നിരച്ചവരും നിരക്കാത്തവരും തർക്കം. അതിന് മാത്രം ഉണ്ടോ, അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ, കുറവുണ്ടോ, ഏറുണ്ടോ, ഇതാണ് വിഷയം. ഈ ആൾ ആരാണെന്നാൽ ഇയാൾ മഹാനായ സി എം വലിയുള്ളയാണ് റഹ്മത്തുള്ളാഹി. ഇദ്ദേഹം ഏത് ത്വരീഖത്തുകാരനാണ്, ഇദ്ദേഹത്തിന്റെ കഴിവെന്താണ്, അദ്ദേഹത്തിന് ത്വരീഖത്തിൽ അങ്ങനെയൊക്കെ ഒരു കഴിവുണ്ടാവുമോ, അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, പറ്റൂലേ? ഇങ്ങനെ തർക്കരാവും പകരം തർക്കം. ആ തർക്കത്തിന്റെ ബഹളത്തിൽ കിടക്കുകയാണ് നമ്മളെ നാട് ഒരു 1.5 മാസമായി. അത് 2 ആപത്ത് സംഭവിച്ചു. എന്താ 2 ആപത്ത് സംഭവിച്ചത്? ഒന്ന്, അനഭിലഷണീയമായ പല ചിന്തകളും പല അഭിപ്രായങ്ങളും പല തെറ്റായ ധാരണകളും 2 വിഭാഗവും ഇല്ലാന്നും നിഷേധിച്ചവരും ഉണ്ടെന്ന് പറഞ്ഞവരും തമ്മിൽ ഏറ്റി പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനെല്ലാം നിഷേധിക്കുന്ന ആളുകൾക്ക് വളരെ സൗകര്യമായ സംവിധാനങ്ങളും രീതികളും മുസ്ലിയാക്കന്മാർ എന്നവരുടെ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഒരു കാര്യം ആരും ശ്രദ്ധിച്ചില്ല. പുണ്യ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരു അബ്ദ് മഅബൂദിലേക്ക് അടുത്തു കഴിഞ്ഞാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യബ്സുറു ബിഹി വയദഹു അല്ലതീ യബ്തുശി ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. ഒരു അടിമയും ഉടമയും തമ്മിൽ അടിമ ഉടമയിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ആ അടിമയുടെ കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഉടമക്കാരനായി മാറും. അങ്ങനെ ഹദീസ് അങ്ങനെയാണ്. അർത്ഥം എങ്ങനെ വെച്ചാലും കുന്തു, ഞാനായി തീർന്നിട്ടുണ്ട്, സമഅഹു, അവന്റെ കേൾവി, യസ്മഉ ബിഹി, ആ കേൾവി കൊണ്ട് അയാൾ കേൾക്കും, ബസറഹു, അയാളുടെ കാഴ്ചയും ഞാനായി തീർന്നിട്ടുണ്ട്. ആ കുനൂന്ന് പോലും അല്ല, കുന്തു എന്നാണ് ഹദീസിൽ. ഞാനായി തീർന്നിട്ടുണ്ട്, ഞാൻ ആവും എന്ന് പോലുമല്ല, ഞാനായി തീർന്നിട്ടുണ്ട്. ആ വ്യക്തി പിടിക്കുന്ന കയ്യെ ഞാനായി തീർന്നിട്ടുണ്ട്. ആ വ്യക്തി നടക്കുന്ന കാലും ഞാനായി തീർന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മഅബൂദിന്റെ താല്പര്യം അബ്ദിന്റെ താല്പര്യമായി മാറും. പിന്നെ മഅബൂദിനെ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ അബ്ദിലൂടെ നടപ്പിലാക്കും. വളരെ ചിന്തിക്കണം ഈ പറഞ്ഞത്. ഇത് ഹദീസാണ്, പുണ്യ റസൂലിന്റെ ഹദീസാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒത്ത് സമ്മതിച്ച് രേഖപ്പെടുത്തിയ ഹദീസാണ്, തർക്കമില്ലാത്ത ഹദീസാണ്. ഒരു അബ്ദ് മഅബൂദിലേക്ക് അടുത്തു കഴിഞ്ഞാൽ മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല. ഒരു അബ്ദ് മഅബൂദിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കണ്ണും ഒക്കെ ഞാനായി മാറും. ഇങ്ങനെ പ്രത്യക്ഷ വാക്ക്, അർത്ഥം സൗകര്യത്തിന് വെക്കാം. അതിനെ വിശദീകരിച്ച ആളുകളുണ്ട്, അതൊക്കെ അത് പക്ഷെ പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, പുണ്യ റസൂൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞാനായി തീർന്നിട്ടുണ്ട് എന്നത് എന്തിനാ പറഞ്ഞത്? അത് അതിൻ്റെ കൃത്യതയും അതിൻ്റെ ഉറപ്പും ജനങ്ങളിൽ വെളിവാക്കുക എന്നത് കൂടി ഈ ഹദീസിന്റെ ശൈലിയിൽ ഉദ്ദേശമുണ്ട്. വളരെ നമ്മൾ ചിന്തിക്കണം. ഇന്നും പണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റിജാലിനെ പടക്കും. ചില റജൂലുകൾ ഉണ്ടാവും, ആൺകുട്ടികളുണ്ടാവും. എന്താണ് ഈ ആൺകുട്ടികൾ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം ഭൂമിയിൽ നടപ്പിലാക്കും. എന്തുകൊണ്ട് അവർക്കത് കഴിഞ്ഞു? അവർ അല്ലാഹുവിലേക്ക് അടുത്തു. അതെങ്ങനെ? അത് അവരെ ശുദ്ധീകരിച്ചു. ഒരു മടിയുമില്ലാതെ അവർ പണിയെടുത്തു. അങ്ങനെ പണിയെടുത്തപ്പോൾ ഒരു പ്രശ്നം അവർക്കില്ലാതെ. നിങ്ങൾ എന്തൊക്കെ തർക്കിച്ചാലും ഒരു കാര്യം, ഞാനത് വല്ലാതെ സംസാരിക്കുന്നില്ല, പക്ഷെ ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം പറഞ്ഞതാണ്. ഈ മനുഷ്യൻ ഭ്രാന്താണോ, അല്ലെ ഈ മനുഷ്യൻ നേരെയാണോ, ഈ സഹവോ മഹവോ, ഇങ്ങനെ തർക്കം. ഒരു
ഒരു പണിയില്ലാത്തവർക്ക് എങ്ങനെ തർക്കിക്കാം? അവർക്കൊരു പണിയില്ല എന്നുള്ളതാണ് അവരുടെ പണി. ഒരു പണി അവർക്കില്ല. അവർക്ക് CM ആകാനോട് കഴിയൂല, പിന്നെ തർക്കിച്ചാൽ മതിയല്ലോ. വളരെ ഒരു കാര്യ സത്യം, അത് സത്യം. ശാസ്ത്രത്തിൽ തിയറി, ഫാക്റ്റ്, ഇങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ട്. തിയറി ആർക്കും പറയാം, ഫാക്റ്റ് അങ്ങനെയല്ല. ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം, വസ്തുത. തിയറിയും ഫാക്റ്റും ഒരു ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ റഹ്മത്തുള്ളാഹി ഖാസിമി നാളെയും പ്രസംഗിക്കും എന്നതൊരു ഉറപ്പുള്ള കാര്യമൊന്നല്ല, ആർക്കും പറയാം. അതേസമയത്ത് ഇന്നിപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ്, നിശ്ചയിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു വസ്തുത ഞാനിവിടെ പറഞ്ഞുതരാം. ഈ മനുഷ്യൻ 10,000-കണക്കായ ആളുകൾക്ക് മരുന്നില്ലാതെ രോഗം മാറ്റുന്നത് സത്യമാണ്. മരുന്നില്ലാതെ രോഗം മാറ്റും. ഇപ്പൊ എൻ്റെ കുടുംബത്തിലുണ്ട്, ഈ ഇരിക്കുന്ന പലരുടെയും കുടുംബത്തിലുണ്ടാവും. ഉള്ളവർക്ക് കൈപ്പൊക്കാം. സത്യമല്ല? എന്താ ഒരു ചെറിയ സദസ്സിൽ പറഞ്ഞപ്പോഴത്തേന് കൈപ്പൊക്കിയാണ്. എൻ്റെ കുടുംബത്തിലുണ്ട്. എന്താ മരുന്ന് വേണ്ട, ഇനി ആ രോഗം വേണ്ട. അത്ര തന്നെയല്ലേ അബ്ദുള്ള? അങ്ങനെയല്ലേ പറഞ്ഞത്? ഇനി ആ രോഗം വേണ്ട, പിന്നെ രോഗമില്ല. നിങ്ങൾക്ക് എന്ത് പറ്റിയ മനുഷ്യര്? നിങ്ങൾ എന്തിനാ ഈ മനുഷ്യനെ പറ്റി തർക്കിക്കണം? ഇനി ആ രോഗം വേണ്ട, രോഗമില്ല. ഈ മനുഷ്യന് ഭ്രാന്താണോ, ഈ മനുഷ്യന് വെളിവാണോ എന്നൊക്കെയാണ് ഇപ്പൊ നമ്മൾ തർക്കിക്കുന്നത്. ആരെ തർക്കിക്കണമെന്നറിയോ? തർക്കിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിൻ്റെ 7 അയലത്ത് എത്തൂല എന്ന് അവർക്ക് തന്നെ ഉറപ്പുള്ള ആളുകൾ തർക്കിക്കുക. വളരെ ചിന്തിക്കണം, ഇതൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതൊരു സത്യം, ഇതൊരു യാഥാർത്ഥ്യം, ഒരു സത്യം. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഇല്ലാത്തതിൻ്റെ ഒരു വേദന ഇന്ന് അനുഭവിക്കണം മലബാർ. സത്യത്തിൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇന്ന് മലബാറിൽ കാഴ്ചയിലില്ല. എവിടെയുണ്ടോ അറിയില്ല. അന്ന് മലബാറിലൊരു ധൈര്യം ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും അവരോട് പോയി പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. എത്ര 10,000-കണക്കിന് എന്ന് ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ പിന്നാലെ കുറച്ച് വിമർശകർ തല്ലുണ്ടാക്കും വിചാരിച്ചിട്ട്. ലക്ഷക്കണക്കിന് എന്ന് പറയാനാണ് എനിക്ക് പൂതി. സത്യല്ലേ? കാരണം ആട് നിരങ്ങി നിൽക്കുന്നു. നേരം വെളുത്താൽ വന്ന ആളുകൾ വന്ന് നിരന്ന് നോക്കും. ഒക്കെ നടപ്പിലായി. എന്താ മരുന്ന്? ഇന്നിപ്പോ നമ്മൾ ആകെ തലയിലൊരു കെട്ടും, അതിന്റെ മേലൊരു തൊപ്പിയും, അതിന്റെ മേലെ വേറൊരു ഒല്ലിയും, തോളിലൂടെ ഒരു 12 ഒല്ലിയും ഒട്ടി ജനങ്ങളെ ചികിത്സിക്കാനിരിക്കുന്ന ഒരുത്തനോട് പോയിട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊരു 313 യാസീൻ ഓതിക്കൊള്ളുന്നതാണ്. ആ 313 യാസീൻ ഓതി കഴിഞ്ഞിട്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പിന്നെയും പോയി പറഞ്ഞാൽ നിങ്ങൾ 636 യാസീൻ ഓതിക്കൊള്ളും. പിന്നെ പറഞ്ഞു 636 യാസീൻ ഓതിയിട്ട് പിന്നെയും സംഭവം നടന്നില്ലെങ്കിൽ 1272 യാസീൻ ഓതിക്കൊള്ളുന്നത്. ഇവർക്ക് യാസീൻ ഓതുന്ന പണി മാത്രമായിരിക്കും. ഈ പോണിനനുസരിച്ച് മൂപ്പർക്ക് 500 റുപ്യ അങ്ങനെ വാങ്ങിക്കണ പണിയായിരിക്കും. മൂപ്പര കാര്യം നടക്കും, നാട്ടുകാരുടെ കാര്യം നടക്കൂല. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വിഡ്ഢിയാരി എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, ആധുനിക ആത്മീയ ചികിത്സകരെ സമീപിക്കുന്ന വിഡ്ഢിയാണ് എന്നാ ഞാൻ പറയാം. ഒരു ചുക്ക് നടപ്പിലാക്കാൻ അവർക്ക് കഴിയില്ല, ഒന്നും കഴിയില്ല. ഒരു കാര്യം നടക്കും, അവർ ഓരോ വരവിനും പോക്കിനും ഏറ്റവും മിനിമം ഒരു 500-1000 റുപ്യ ഈ സാധുവായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്ന മാത്തായ കർമ്മമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്താ പെരുക്കതിന് എന്താ കാരണം? പെരുക്കു ചുക്കുനും അറിയില്ല. ഇവരെ കാര്യം നടക്കും, ഇവരെ പെണ്ണുങ്ങളെ പ്രസവം കൂടി നടക്കും, ഇവരെ കുട്ടികളെ സ്കൂളിലെ ഫീസ് നടക്കും. നാട്ടുകാരെ കാര്യം നടക്കൂല. നാട്ടുകാരെ കാര്യം നടത്തി തരാവുന്ന ഒരു ചികിത്സാരിയെ പറയാൻ നിങ്ങളെ പേര് നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ ചോദിച്ചാൽ ഞാൻ അറിയൂല എന്നും അടുത്തൊരു 10 കൊല്ലത്തിന് അറിയാൻ സാധ്യത ഇല്ല എന്നുമാണ് ഞാൻ മറുപടി അറിയാം. എനിക്കറിയില്ല. ഞാൻ എൻ്റെ ആയുസ്സിൽ കാര്യം നടത്തി കൊടുക്കാവുന്ന ഒരു ചികിത്സാരിയെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടേ ഇല്ല. ഏഷ്യയിൽ കണ്ടിട്ടില്ല, യൂറോപ്പിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ അർത്ഥം ഉണ്ടാവില്ല എന്നല്ല, ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഇതിപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്ങനെ കഴിയുമെങ്കിൽ അവർക്ക് വലിയ മുന്നോട്ട് വരാം. എനിക്ക് കഴിയുന്നു, ഒരുത്തനും കഴിയൂല. കഴിയും ആർക്ക്? ജല്ല ജലാലായ റബ്ബിന്. റബ്ബിലേക്ക് അടുത്തവർക്കും കഴിയും. റബ്ബിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റർ എഴുതി വെച്ചൊരു കാര്യമല്ല.
ചിന്തിക്കുക. നോട്ടീസിന്റെ താഴെ ആരിഫീങ്ങൾ എന്ന് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. നോട്ടീസ് ഒരു കുഴപ്പമുണ്ടാക്കില്ല. നമ്മുടെ നാട്ടിൽ ആരിഫ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നോട്ടീസിലേതാ ആരിഫീങ്ങൾ എന്ന് എഴുതി. ആരെ ആരിഫ് ആർക്കും അറിയില്ല. നോട്ടീസിലുള്ള നോട്ടീസിലെ ആരിഫ്, നോട്ടീസിലുള്ളവൻ നോട്ടീസിലെ ആരിഫ്. നമ്മുടെ നാട്ടിൽ ആരിഫ ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ. ഇതിൻ്റെ അർത്ഥത്തില്ല എന്നുള്ളവരല്ല, ഇതില്ലേ, ഉണ്ട്, ഉണ്ടാവും. പക്ഷേ നമ്മളെ കാഴ്ചയിലില്ല. നമ്മളെ കാഴ്ചയിൽ നോട്ടീസിൽ ആരിഫ്യങ്ങളുണ്ട്. ഔലിയാക്കളും ആരിഫ്യങ്ങളും പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കിയാൽ നാട്ടുകാർ വരികയും നാട്ടുകാർ പൈസ തരികയും ചെയ്യാൻ സാധ്യത ഉണ്ടാവും എന്ന്. നാട്ടുകാർക്ക് എന്ത് നടന്നു വെച്ചാൽ നാട്ടുകാർക്കൊന്നും നടന്നിട്ടില്ല. ഇതെൻ്റെ അവിടെ ആൾക്കാട്ടത് ഇവിടെ മാസാല അബുദി പിന്നെ ഫിലിയക്കുൾ. ഒരു പണിയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. എനിക്കും എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ. നീ നിന്റെ കാര്യം നിന്റെ റബ്ബിനോട് പറയുന്നതിനേക്കാളുള്ള വലിയ പരിഹാരവും നിനക്ക് ഈ ലോകത്ത് കിട്ടാനില്ല. പിന്നെ റബ്ബിൻ്റെ ആളുകളോട് പറഞ്ഞാൽ നടക്കും. ഇനി റബ്ബിൻ്റെ ആളുകളെ കാണണം. റബ്ബിൻ്റെ ആളുകളാണെന്ന് അവർ പറഞ്ഞാൽ പോരാ. അവരെ പോലത്തെ കുറച്ച് കറക്കമ്പനി ഉണ്ടാവും അവരെ പരിസരത്ത്, അവർ പറഞ്ഞാലും പോരാ. ഉത്സവങ്ങളിലൊക്കെ കിലിക്ക് കുത്ത് ആനമയിലൊട്ടകം എന്ന് പറഞ്ഞ പരിപാടി. ഈ ആനമയിലൊട്ടകം നടക്കാൻ എന്താ രാജാബൈ കൈലടിച്ചാൽ കമ്പനിക്ക് ഇതാണ് ഞാൻ മുദ്രാവാക്യം. പഴയ കാലത്ത് സ്കൂളിലെ ആനിവേഴ്സറിയിലൊക്കെ ഇവരെ കൊണ്ടുവരും. യൂത്ത് ഫെസ്റ്റിവലിൽ അതിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാവും ഈ ആളുകൾ. കറക്കി കുത്തുന്ന ആളുകൾ 10 പൈസ 50 പൈസയൊക്കെ അക്കാലത്ത് വെക്കുക. അപ്പോൾ അവർ എൻ്റെ ഒരു സാധനമാണ് കറക്കും. കറക്കി കഴിഞ്ഞാലോ ആനമയിലൊട്ടകം ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പ്രൈസിന് പ്രൈസ് കിട്ടും. സീറോയിൽ വന്നു നിന്നാൽ കല്ലടിച്ച കമ്പനിക്ക് പോലെ കിട്ടും. അപ്പം എന്ത് ചെയ്യും? അപ്പം ഇതിൻ്റെയൊക്കെ പരിസരത്ത് കുറച്ച് ആളുകളുണ്ടാവും. ആ ആളുകൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ആളുകൾ വലിഞ്ഞുവിടുന്നതിനനുസരിച്ച് അവരിങ്ങനെ വെക്കും. അവർക്ക് ആദ്യം വെച്ചവൻ ആന കിട്ടി, അവന് വലിയൊരു പൈസ വാങ്ങി, അവൻ്റെ പെട്ടിന് വരെ പൈസ എടുത്ത് കൊടുക്കേണ്ടി വന്നു. മയിൽ കിട്ടി, അപ്പോൾ അവനും പൈസ വാങ്ങി. ഒട്ടകം കിട്ടി, പൈസ വാങ്ങി. വരുന്നവർക്കൊക്കെ പൈസ. ഇവന് ഒന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, അവന് കൊണ്ടുവന്ന പെട്ടിന് വരെ പൈസ അങ്ങോട്ട് കൊടുക്കണം. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും തിരക്കടില്ലല്ലോ. അങ്ങനെ നമ്മളും കറക്കുമ്പോൾ സീറോയിലൊന്നും, പിന്നെയും കറക്കും, അപ്പോൾ സീറോയിലൊന്നും. അതിനിടയ്ക്ക് മറ്റൊന്നൊന്ന് വെക്കും, അപ്പോൾ പിന്നെ ആന കിട്ടും. ഇതെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇത് ഇവൻ്റെ ആളാണ്. ഒരു കറക്ക് കമ്പനി 4-5 ആളുണ്ടാവും. അവർക്ക് അതിൻ്റെ കുട്ടൻസ് അറിയും. അവർ വെച്ചാൽ ആനയിലും മയിലിലും പോകും, നമ്മൾ വെച്ചാൽ സീറോയിൽ പോകും, കല്ലടിച്ചാൽ കമ്പനി. ഇതാണ് ആധുനിക ചികിത്സാരികളുടെ ഒരു സമ്പ്രദായം. ചെയ്യും അവർക്ക് കുറച്ച് കറക്ക് കമ്പനികൾ ഉണ്ടാവും. ആ കറക്ക് കമ്പനികൾ ഇവർക്ക് ഇങ്ങനെ ആനമയിലൊട്ടക്കാക്കും. നമ്മളൊക്കെ കഴിയുമ്പോൾ പെട്ടു. നിങ്ങൾ മനുഷ്യൻ എൻ്റെ അടുത്ത് അള്ളാൻ്റെ ഔലിയാക്കന്മാരില്ല, കഴിവില്ല എന്നല്ല, കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അപ്പോൾ ഈ പ്രസംഗം തുടങ്ങിയത്. നിങ്ങൾ ഈ ദുനിയാവിൽ ഇന്നീ കാണുന്ന പലരെയും കണ്ട് വഞ്ചിതരാകണ്ട. ഇവര് തോളിൽ കൂടെ കിടക്കുന്ന പച്ച പുതപ്പിൽ നിങ്ങൾ വഞ്ചിതരാകണ്ട. ഇവരും പടച്ചോനും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ ആ സമൂഹത്തിന് കഴിയും. പക്ഷെ ഇത് കഴിയണില്ല. ഇത് CM-ന് കഴിഞ്ഞിരുന്നു. CM അള്ളാഹുവിൻ്റെ മുഖറബായിരുന്നു. യാതൊരു സംശയം. അത് എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ കൂട്ടും അറിയില്ല. ഞാൻ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, എനിക്കൊന്നും അറിയില്ല. പക്ഷെ CM അള്ളാഹിൻ്റെ മുഖറബാണ്. എന്തുകൊണ്ട് പറഞ്ഞു നോക്കാണ്. എൻ്റെ കുടുംബത്തിൽ നടന്നിട്ടില്ല. ഇനി നിങ്ങളെല്ലാവരും ഭൂമിയിലെ 730 കോടി ജനങ്ങൾ നേരെ കുടുംബങ്ങൾ നിശ്ചയിച്ചാലും എൻ്റെ കുടുംബം ബാക്കിയുണ്ട്. എൻ്റെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. ഇതവിടെ മുന്നിലിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. അല്ലാതെ സമീപിക്കുന്നത് അള്ളാഹിൻ്റെ മുഖറബിൻ്റെ പ്രത്യേക പ്രവർത്തനം. അല്ലാതെ നിങ്ങൾ ഒരു സാധുവായ മനുഷ്യൻ ഒരു ആവശ്യം പറഞ്ഞിട്ട് ഒരു ചികിത്സാരിയെ സമീപിക്കുമ്പോൾ ചികിത്സാരി എന്ന നിലയിൽ ചികിത്സിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഒരു അള്ളാഹിൻ്റെ മുഖറബാണെന്നാണ് തോളിൽ കൂടെ ഒരു 25 ഒല്ലിയിട്ടവർ ഇരിക്കുകയാണ് എങ്കിൽ അവർക്ക് CM-ൻ്റെ കഴിവുണ്ടാവണം. CM പറഞ്ഞിരുന്നത് നിങ്ങൾ 313 യാസി നോക്കിക്കോളിന്നല്ല. CM പറഞ്ഞിരുന്നത് അത് നിങ്ങൾക്ക് ഇനി വേണ്ട, ഇനി ഉണ്ടാവില്ല, പോയിക്കോളാണ്. പിന്നെ ഉണ്ടായിട്ടില്ല. എൻ്റെ ആ നാവിൻ്റെ പ്രത്യേകതയാണ്. അത് അള്ളാഹുവിൻ്റെ മുഖറബിൻ്റെ നാവാ. ഇവിടെ അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിലാക്കുക. അതുകൊണ്ട് CM മരിച്ചു, അള്ളാഹ് മരിക്കൂല. അള്ളാഹുവിനെ അഭയം തേടിക്കും. ഇതാണ് പരിഹാരം. എന്താ പരിഹാരം? അള്ളാഹുവിനെ അഭയം തേടിക്കുക. നിങ്ങളെ പ്രശ്നം അള്ളാഹിനോട് പറഞ്ഞു. പിന്നെ അള്ളാഹിനെ മുഖറബിങ്ങളെ കണ്ട പറഞ്ഞു. ആരെ മുഖറബാരാണ്? 10 ആൾ കാര്യം എന്ന് പറഞ്ഞാൽ 5 ആളെ കാര്യമെങ്കിലും നടക്കുകയാണെങ്കിലും നമുക്ക് കറക്കിക്കുത്തിൽ കൂടാ. ഇതൊരാളെയും കാര്യം നടപ്പിലാക്കുന്നത് കാണില്ല, മൂപ്പര കാര്യം മാത്രമാണ് നടപ്പിലാക്കി കാണുന്നത്.
സിഎമാർക്കും വെള്ളം ഊതി കൊടുത്തിട്ട് മൂക്ക് കൂടി വെള്ളം പാരാൻ പറഞ്ഞിട്ടില്ല. ഒന്നല്ല 756 ബിസ്മി അല്ലിയിട്ട് മൂക്ക് കൂടി വെള്ളം അണ്ണാക്ക് കൂട്ടിക്കണം എന്നൊന്നും സിഎം പറഞ്ഞിട്ടില്ല. സിഎം അത് വേണ്ട, അവനല്ല. ഇന്നത്തെ ജീവിതത്തിൽ തെറ്റാണ്, തെറ്റൊന്നുമല്ല. പക്ഷേ കറക്ക് കമ്പനികളിൽ വഞ്ചിതരാകണ്ട. വഞ്ചിതരാകുന്ന നമ്മൾ വഞ്ചിതരനെ. എന്തുകൊണ്ട്? നമ്മളെ കയ്യിൽ പരിഹാരമുണ്ട്, അത് റബ്ബാണ്. ആ റബ്ബിന്റെ വാതിൽ തുറക്കണം. سلم لله إرادته من حيث تروه وحيث تجي. سلم لله അല്ലാഹ് ഇറാദതഹു, റബ്ബിന്റെ താല്പര്യത്തിന് നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നീ റബ്ബിന്റെ താല്പര്യത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്ത്? ഇങ്ങോട്ട് നോക്ക്. വളരെ ചിന്തിക്കുക എപ്പോഴും. മിൻ ഹൈസു തറൂഹു വഹൈസു തജീ, നീ എവിടെ പോകുമ്പോഴും എവിടുന്ന് വരുമ്പോഴും നിന്റെ പോക്കിലും വരവിലും നിന്റെ സദാസമയം നീ നിന്നെ ഏൽപ്പിക്കണം. ആർക്കേൽപ്പിക്കണം? സല്ലിം ലില്ലാഹ്, നീ നിന്നെ അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അള്ളാഹിന്റെ താല്പര്യം നടപ്പിലാകട്ടെ. എന്തിനു വിഷം? അള്ളാഹുവിന്റെ താല്പര്യം നടപ്പിലാകണമെന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്റെ താല്പര്യമാണ് എന്റെ താല്പര്യമെന്ന് റബ്ബ് തിരിച്ചു പറയും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? അള്ളാഹിന്റെ താല്പര്യം നടപ്പിലാകണമെന്ന പൂതി നമുക്കില്ല. നമ്മളെ താല്പര്യം അള്ളാഹു നടപ്പിലാക്കി തരണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മനസ്സിലായ? ചിന്തിക്ക്. നമ്മളെ കാര്യം നടപ്പിലാകണം, അള്ളാഹിന്റെ കാര്യം നടപ്പിലാകണം എന്നൊന്നുമില്ല. അള്ളാഹു എന്നാൽ നമുക്ക് ആരാണ്? അള്ളാഹു എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കി തരുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. അള്ളാഹിന്റെ കാര്യം നമ്മളിലൂടെ നടപ്പിലാകണം എന്ന് നമുക്ക് താല്പര്യമില്ല. അള്ളാഹുവിന്റെ ഉദ്ദേശം നടപ്പിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന ചിന്ത നമുക്കില്ല. നമ്മളെ പ്രശ്നം പരിഹരിക്കണം, നമ്മളെ സുഖങ്ങളും സൗകര്യങ്ങളും, അതിനപ്പുറമില്ല, ഒന്നുമില്ല. വളരെ ചിന്തിക്കണം. ഇതന്നെ قدم التفويض لحكمته تلجي. سلم لله إرادته من حيث تروح وحيث تجي. واقرع للباب على قدم التفويض لحكمته تلجي. സല്ലിം ലില്ലാഹ്, അല്ലാഹുവിനെ നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇറാദത്തഹു, അവന്റെ താല്പര്യത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്കണം. മിൻ ഹൈസു തറൂഹു, നീ പോകുമ്പോഴും വഹൈസു തജി, വരുമ്പോഴും, അഥവാ നിന്റെ പോക്കിലും വരവിലും നിന്റെ അയക്കങ്ങളിലും അടക്കങ്ങളിലും നിന്റെ താല്പര്യം അല്ലാഹുവിന്റെ താല്പര്യമായിരിക്കണം. എനിക്ക് ഗൾഫ് പോകാൻ ദ്വാരക്കണം എന്ന് പറയാൻ വേണ്ടി പല ആളുകളും വരലുണ്ട്. ഞാൻ അടുത്ത ആഴ്ച ഗൾഫ് പോകാൻ നിങ്ങൾ ദ്വാരക്കണം. വിസ വന്നിട്ടുണ്ട്, പോകാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. വിസക്ക് വേണ്ടി അപേക്ഷയുണ്ട്, വരാൻ വേണ്ടി ദ്വാരക്കണം. അങ്ങനെ ദ്വാരക്കണം. തിരിച്ചു പറഞ്ഞത്, പഠിച്ചോനെ, ഞാൻ ഗൾഫിൽ പോകുന്നതാണ് നിന്റെ തൃപ്തിയെങ്കിൽ എന്നെ അവിടെ എത്തിക്കണം, തൗഫീഖ് ചെയ്യും. എന്തായാലും വർഷം എന്റെ കടം ഇക്കൊല്ലം വീടലാണ് നിന്റെ താല്പര്യമെങ്കിൽ ഇക്കൊല്ലം കൂടി തരണം. അല്ലാതെ ദ്വാരണ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. ഇതങ്ങനെ പറഞ്ഞു കൊടുത്താൽ കടം അവൻ വീട്ടി തരും. അവനാരാ? അവൻ ഏൽപ്പിച്ചു കൊടുത്തവനെ പരിഹരിക്കുന്നവനാണ്. ഇക്കൊല്ലം അടുത്തവനാണ് അവന്റെ താല്പര്യം. മനസ്സിലായോ? ചിന്തിക്കണം. മകന് കല്യാണം കഴിച്ച്, ആദ്യം പോലെ കല്യാണം കഴിക്കണം എന്നാ പൂതി. അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ പിന്നെയോ കല്യാണം കഴിച്ചപ്പോൾ പോലെ നന്നാക്കണമെന്നായി. അപ്പൊ അത് നടത്തി കൊടുത്തു. പിന്നെ കുട്ടികളുണ്ടാവണമെന്നായി. അങ്ങനെ കുട്ടികളുണ്ടായി കൊടുത്തു. കുട്ടികളൊക്കെ വലിയ വലിയ സ്ഥാനങ്ങൾ അങ്ങനെ എത്തിക്കൊടുത്തു. പിന്നെ വേണ്ടവർക്ക് വലിയ ഉദ്യോഗം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവരെ കൊണ്ട് പെണ്ണടിച്ച് കെട്ടിച്ചു, ഒക്കെ അതും നടത്തി കൊടുത്തു. പിന്നെ ഇവന്റെ പൂതി കൂടുക. പിന്നെ എന്താ പറയുന്നത്? നീ അവർക്ക് മാക്കൊരു വയറ്റിലുണ്ടായി കാണണം. അപ്പൊ അതും ഉണ്ടായി കൊടുത്തു. അത് വയറ്റിലുണ്ടായി. പൂതി കഴിഞ്ഞില്ല. ഞാൻ രണ്ട് വൈക്കായി പ്രസവിക്കണമെന്ന് കണ്ടിട്ടണം. അങ്ങനെ അതും കെട്ടിച്ചു കൊടുത്തു. അപ്പൊ പെൺകുട്ടിയെ പ്രസവിച്ച് ഞാൻ അതിനൊന്ന് കെട്ടിച്ച് കണ്ടിട്ടണം. ഇതിൻ്റെ അടുത്ത് പോകണം എന്ന പൂതി വരില്ല. വളരെ ചിന്തിക്ക്. ഇവന്റെ താല്പര്യങ്ങൾ അധികരിച്ചുകൊണ്ടേയിരിക്കുക. ഇവനെന്നും സുഖത്തിലും സൗകര്യത്തിലും ഇങ്ങനെ കഴിഞ്ഞുകൂടണം. അതിനിടയിലും ആദ്യത്തെ മകന് വേറെയാക്കി അവന് പുതിയ പുര ഉണ്ടാക്കി കൊടുക്കണം. അവനുണ്ടായി. അവൻ രണ്ടാമത്തെ മകന് അവനൊരു പുര ഉണ്ടാക്കി കൊടുക്കണം.
മൂന്നാമത്തെ അവനും വരും. ഇങ്ങനെ കണ്ടു. പിന്നെ ഇങ്ങനെ റാഹത്തായി ഇങ്ങനെ കഴിഞ്ഞുവിടണം. ഇങ്ങനെ റാഹത്തായി കഴിഞ്ഞുവിടണം. വലിയ സന്തോഷത്തിലായി ഇങ്ങനെ കഴിഞ്ഞുവിടണം. വലിയ റാഹത്തിലായി വലിയ സന്തോഷത്തിലായി ഇങ്ങനെ വൽപ്പത്തരം പറഞ്ഞ് ഇങ്ങനെ ജീവിക്കണം എന്ന്. من أحب لقاء الله أحب الله لقاءه ومن كره لقاء الله كره الله لقاءه. ഒരാൾക്ക് അള്ളാഹുവിനെ കാണാനാണ് താല്പര്യമെങ്കിൽ അയാളെ കാണാൻ അള്ളാഹുവിനും താല്പര്യമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രശ്നം പരിഹരിക്കും, പേടിക്കണ്ട. ആര് പരിഹരിക്കും? അള്ളാഹു പരിഹരിക്കും. പ്രശ്നം പരിഹരിക്കും. പ്രശ്നം പരിഹരിക്കും, പരിഹരിച്ചിരിക്കും. പരിഹരിച്ചാൽ നമ്മൾ വിചാരിച്ച മാതിരി പ്രചരിച്ചോണം എന്നില്ല. നിങ്ങൾക്ക് ഇന്ന് രാവിലെ നേരം വെളുത്ത് ഇവിടെ വരുമ്പോൾ ഒരു ചായം കടിയും കിട്ടുക എന്നുള്ളത് നിങ്ങളൊരു ആവശ്യം. നീ ചായം കടിയും കിട്ടാൻ നിങ്ങൾക്ക് 2-3-4 വഴികളുണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് ചായം കടിയും കിട്ടിയാൽ മതി. അപ്പൊ ചായം കടിയും കിട്ടി. 2 ചായം കടി കിട്ടിയാൽ പോരാ, അതിരുന്ന് കുടിക്കാൻ എന്തെങ്കിലും ഒരു സീറ്റ് കിട്ടണം. ഒരു സീറ്റ് കിട്ടി പോരാ, അത് കൈ കുത്താൻ പറ്റിയ കസേരയായിരിക്കണം. പോരാ, അത് നല്ല രാജകീയമായ കസേരയായിരിക്കണം. പോരാ, ഇടത്തും വലത്തും തമ്മിൽ കഴുത്ത് തിരിക്കാതെ തന്നെ ഇങ്ങനെ കസേര ഒറ്റക്ക് തിരിയുന്നതായിരിക്കണം. ഇതേ മുതലാളി തൊഴിലാളി വ്യത്യാസമുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ചായ കൊടുക്കുക എന്ന കാര്യത്തിൽ അള്ളാഹു എല്ലാവരും പങ്കെടുപ്പിക്കും. ഇനി ഒരു വ്യത്യാസമുള്ളത് ഇവൻ തിരിയണ കസേരയിൽ നിന്ന് കുടിച്ചോ, അതല്ല നാക്കാലിപ്പലയിൽ ഇരുന്ന് കുടിച്ചോ എന്നുള്ള വ്യത്യാസം ഏകദേശം ആളുകൾക്കൊക്കെ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അബ്ദിൻ്റെ കാര്യം നിർവഹിച്ചു കൊടുക്കും. പക്ഷേ അബ്ദ് ചില ദുഷ്ടാട്യക്കാരനായിരിക്കും. എന്താ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? വളരെ നമ്മളെ പ്രശ്നങ്ങൾ നടന്നു പോകുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പോൾ നടക്കണില്ല എന്ന് വിചാരിക്കുന്നത്. 10 കൊല്ലം മുമ്പ് കടം വാങ്ങിയ ഒരു പൈസ ഇതുവരെ അള്ളാഹുവോട് പറഞ്ഞിട്ടും അള്ളാഹു വീട്ടിൽ തന്നില്ല. എന്നാൽ കാണുമ്പോൾ ഇയാളോട് നമ്മൾ പറയും, എടാ പൈസ തന്നിട്ടില്ല, എനിക്ക് വിഷമമുണ്ട്. അത് സാരല്ല, നിങ്ങൾ വിഷമിക്കണ്ട, സൗകര്യത്തിൽ പിന്നെടുക്കാലോ. ഇവിടെ അള്ളാഹു ചെയ്ത സൗകര്യമായിട്ട് മനസ്സിലായോ? ചിന്തിക്ക്. ഒരു പക്ഷെ കാരണം എന്തായിരിക്കാം? കാരണം ആ വ്യക്തിക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഒരു ഉദാഹരണം, ആ ദോഷങ്ങൾ നമ്മുടെ കടം നമുക്ക് പിന്തിപ്പിച്ച് തരുന്ന കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ പുറത്തു കൊടുക്കും. നമ്മളെ കാര്യം അല്ലാ എന്ന് പറഞ്ഞ് ഈ കടം വീടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകില്ല. ചിന്തിക്കണം. അത്ര തന്നെയല്ലേ എന്താ ആവശ്യങ്ങൾക്കല്ലാതെ റബ്ബിനെ സമീപിക്കുക എന്ന ഒരു ചിന്തയും 99% ആളുകൾക്കുമില്ല. നാളെ രാവിലെ ഒരാൾക്ക് 10 ലക്ഷം റുപ്യ കൊടുക്കണം. ആ 10 ലക്ഷം ഏൽക്കാൻ ഒരാൾ നിങ്ങളൊക്കെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവോട് പറയാൻ പോകൂല. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ആദ്യം നിങ്ങളെൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? നാളെ രാവിലെ ഒരാൾക്കൊരു 10 ലക്ഷം റുപ്യ കൊടുക്കണം. മനസ്സിലായോ? ഈ 10 ലക്ഷം കൊടുക്കാൻ വേണ്ടി പരിഹാരമാക്കാൻ പറ്റിയ ഒരാൾ നിങ്ങളെ കാഴ്ചയിലും ഇല്ല. അപ്പൊ നിങ്ങൾ കുടുങ്ങി അവസാനം നിങ്ങൾ എത്തിച്ചേരുന്ന ആളാണ് ആര്? അല്ലാഹു. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? പഠിച്ചോനെ നിന്നോട് പറയല്ല നിർവാഹമില്ല, നിന്നോട് പറയല്ലാതെ നിർവാഹമില്ല എന്നാ പറയാ. അതായത് നിർവാഹം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ വരില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? പഠിച്ചോനെ നിന്നോട് പറയല്ലാതെ നിർവാഹമില്ല. അതിനർത്ഥം എന്താ? എന്തെങ്കിലും നിർവാഹം ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയില്ല. അങ്ങനെയല്ലേ അർത്ഥം? നിന്നോട് പറയല്ലാതെ നിർവാഹമില്ല. അപ്പൊ അങ്ങനെ പിന്നെ പറയുന്ന രാവും പകലും ദുആ നിസ്കരിച്ചിട്ടും മറ്റേ ദുആന്റെ സമയം കഴിഞ്ഞു വേണം വിവരം അവൻ അറിയുന്നുണ്ട്. അതിനിടയ്ക്ക് നിസ്കരിക്കുന്നുണ്ട് എന്ന് അതും അവൻ അറിയുന്നുണ്ട്. പക്ഷെ നിസ്കരിക്കൂല. എന്തുകൊണ്ട് നിസ്കരിക്കൂല? അങ്ങനെ ദുആ നിസ്കരിക്കേണ്ട ഒരു ആവശ്യം അത്യാവശ്യം ഇല്ല. മറ്റേ ദുആ നിസ്കരിച്ച് കഴിയും, ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞ്, അസർ നിസ്കരിച്ച് കഴിഞ്ഞ്, മഗ്രിബ് നിസ്കരിച്ചിട്ടും കഴിഞ്ഞ്, ഇശ നിസ്കരിച്ചിട്ടും കഴിഞ്ഞ്, ഇനി തഹജ്ജുദിന്റെ സമയം എത്രയാണ്, എപ്പോഴാണ് മൂല്യരെന്ന് ചോദിക്കുമ്പോഴാണ് ഒരാൾ ചോദിച്ചത്, എൻ്റെ എനിക്കൊരു ബുദ്ധിമുട്ട്, എനിക്ക് നാളെ 10 ലക്ഷം റുപ്യ ഞാൻ തരാം കൊടുക്കാണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞ് 2 ആഴ്ചയൊക്കെ തിരിക്കാനുള്ള 10 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്. എന്നായിക്കോട്ടെ,
നജീബ് ആ പൈസയും കൊണ്ട് ഇപ്പം പോയി മറ്റവനെ ഏൽപ്പിച്ചു. അൽഹംദുലില്ലാ. ഇനി ഇവന് തഹജ്ജുദിന് നേരെ അറിയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ 2 ആഴ്ച മുന്നേ തഹജ്ജുദ് നിസ്കരിക്കാൻ പോണില്ല. എന്തുകൊണ്ട്? ഇനി ഇപ്പോഴും കൊടുക്കേണ്ടത് അടുത്ത 15 ദിവസം കഴിഞ്ഞിട്ടാണ്. അതാണ് പടച്ചോനും നമ്മളും തമ്മിലുള്ള ബന്ധം. നമ്മൾ കുടുങ്ങിയാൽ മാത്രം സമീപിക്കുന്നവൻ ആര്? റബ്ബ്. നിങ്ങളൊക്കെ കുടുങ്ങിയവരാണ്. നിങ്ങൾ എന്തിനാ ഇവിടെ ക്ലാസ്സിന് വന്ന്? എന്താ നമ്മളെ ക്ലാസ് ഇങ്ങനെ ജനം കൂടാത്ത? എന്താണ്? വലിയ അത്യാവശ്യക്കാർക്കേ വരാൻ കഴിയുള്ളൂ. വലിയ അത്യാവശ്യക്കാർ എന്ന് പറഞ്ഞാൽ രാവിലെ സുബൈക്ക് എണീറ്റ് പോരണം. ചിലപ്പോൾ സുബൈന് മുമ്പ് എണീക്കണം. പല ആളുകളും സുബൈക്ക് എണീറ്റ് മുമ്പ് പോകുന്നവരാ. ഇവിടെ എന്തോ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ വന്ന് കുറച്ച് ദ്വായിലൊക്കെ പങ്കെടുത്താൽ കാര്യം നടപ്പിലാവും എന്ന ചിന്തയുണ്ട്. അതാ പറയുന്നത്. ഇവിടെയാണ് നമുക്കൊക്കെ തെറ്റുപറ്റിയിട്ട് ഭീമമായ തെറ്റാണ്. നമ്മളും റബ്ബും തമ്മിൽ ഒരു ബന്ധവുമില്ല, ആവശ്യങ്ങളുടെ മേലല്ലാതെ. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ 10,000 റുപ്യ കൊടുക്കേണ്ട റിസോർട്ട് കയറിയിട്ട് വാതിലടച്ചിട്ട് റബ്ബിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞവനാണ്. അവനാണ് യഥാർത്ഥത്തിൽ റബ്ബിൻ്റെ ആൾ, അല്ലാതെ നമ്മളല്ല. എന്തുകൊണ്ട്? നമ്മൾ ആവശ്യക്കാർക്ക് റബ്ബിനെ സമീപിക്കല്ലാതെ പരിഹാരമല്ല. ഒരാൾ വയനാട്ടിൽ ഏറ്റവും നല്ലൊരു ബാണാസുര സാഗറിൻ്റെ പരിസരത്തുള്ള ഏറ്റവും മനോഹരമായ റിസോർട്ട് പോയി 10,000 റുപ്യ ദിവസത്തിൽ കൊടുക്കേണ്ട റൂം എടുത്ത് 10,000 അവൻ്റെ കയ്യിൽ. അവൻ്റെ ഭാര്യയും അവനും സന്തോഷിച്ച് പോയി അവിടെ റൂമെടുത്ത് വാതിലടച്ച് 2 റക്അത്ത് നിസ്കരിച്ചും സുജൂദിൽ കരിഞ്ഞു. എൻ്റെ റബ്ബേ, നീ എനിക്ക് ചെയ്ത അനുഗ്രഹം. അവിടെ സത്യത്തിൽ അങ്ങനെ കരയേണ്ട ഒരു ആവശ്യം അവന് ഇല്ല, ഒരാവശ്യം. എന്തുകൊണ്ട്? അവൻ റബ്ബിനെ ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അവൻ ഇങ്ങനെ ആലോചിക്കേണ്ടുള്ളൂ. ഞാൻ ആലോചിച്ച് നോക്കും, പാലക്കാട് നിന്ന് പിന്നെ ബാണാസുര സാഗറിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഭാര്യയുടെ നിന്ന് നെറ്റ് അടിച്ച് നോക്കി എത്ര ഉണ്ട്? അപ്പോൾ പറഞ്ഞു 162 കിലോമീറ്റർ. ഓ അൽഹംദുലില്ലാ, എന്നാൽ നമുക്ക് 100 ദിവസം ജമ്മാക്കാം. 132 കിലോമീറ്റർ കഴിഞ്ഞാൽ ജമ്മാക്കാലോ. ജമ്മാക്കാം. ഇവനിപ്പം ഇന്ന് ളുഹുറും വേണ്ട അസറിലേക്ക് കൂട്ടിയെടുക്കാവുന്ന ആനുകൂല്യം ശറഅ് ഇവന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവൻ അതൊന്നുമല്ല. അവന് സുന്നത്ത് വരെ നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് കരയുക. എന്തുകൊണ്ട്? 10 പൈസ ഇല്ലാതെ നടന്നിരുന്ന അവന് കടങ്ങളൊക്കെ വീട്ടി റബ്ബ് ചെയ്തിരുന്ന അനുഗ്രഹം ഇപ്പോൾ അവന് ബാക്കിയാണ്. സുഖത്തിനും സന്തോഷത്തിനെയും കാണാൻ വേണ്ടിയിട്ട് അവന് 10,000 റുപ്യൻ്റെ റൂം എടുത്തിട്ട് അങ്ങനെ ഉണ്ടാവില്ല മനുഷ്യനൊരു പൂതി. അങ്ങനെ ഉണ്ടാവില്ല മനുഷ്യന്മാർക്കൊരു പൂതി. 10,000 റുപ്യൻ്റെ റൂം എടുത്ത് ഭാര്യയെ അവന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ അവന് റബ്ബിൻ്റെ മുന്നിൽ വീണുപോയി. എന്തുകൊണ്ട്? റബ്ബ് അവന് ചെയ്തു കൊടുത്ത ഈ 10,000 എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയാണ്. മനസ്സിലായോ? ഈ രംഗത്ത് അവൻ അള്ളാനെ ഓർമ്മ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവൻ റബ്ബിൻ്റെ ആളാ, അപ്പോൾ റബ്ബിനെ മറക്കാൻ കഴിയില്ല. മനസ്സിലായോ പറഞ്ഞത്? ഇതന്നെ പ്രശ്നം. സ്വാബിറിൻ്റെ ദ്വാവും ഷാക്കിറിൻ്റെ ദ്വായും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷാക്കിറിൻ്റെ ദ്വായിൻ്റെ ഫലം സ്വാബിറിൻ്റെ ദ്വാക്കുണ്ടാവില്ല. സ്വാബിർ കുടുങ്ങിയവനാ. വളരെ വളരെ ചിന്തിക്കണം. من حيث تروح وحيث تجيسل لله إرادته من حيث تروح وحيث تجي. നീ പോകുമ്പോഴും നീ വരുമ്പോഴും, നിന്റെ നഷ്ടത്തിലും നിന്റെ ലാഭത്തിലും, അങ്ങനെ അർത്ഥം വെക്കാലോ. നിന്റെ വരവിലും നിന്റെ പോക്കിലും ഒക്കെ നീ റബ്ബിനെ ഏൽപ്പിക്കണം. റബ്ബിനെ ഓരോ കദമിലും റബ്ബിന്റെ വാതിലിൽ നീ മുട്ടണം. അലാ ഖദമി തഫ്വീൽ, റബ്ബിനെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത ഒരു കാൽപ്പാടത്തിൽ നിന്ന്, റബ്ബിനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കാൽപ്പാടത്തിൽ നിന്നുകൊണ്ട് നീ വാതിലിൽ മുട്ടണം. ഇനി പ്രശ്നക്കാരെ പ്രശ്നം പരിഹരിക്കും. പക്ഷേ എപ്പോഴാ പരിഹരിക്കുക? ഒട്ടുച്ച നേരം കൊല്ലി പറ്റിപ്പോയി നടന്നു ക്ഷീണിച്ചു. ഇപ്പോഴാണ് വീടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറി. കഞ്ഞിൻ്റെ ആളുണ്ടോ? അവിടെ നിന്നു. അവിടുത്തെ വല്യമ്മ പുറത്തിറങ്ങി വരാൻ തന്നെ ഒരു 10 മിനിറ്റ് എടുത്തു. എന്നാലും പോയില്ല. കഞ്ഞിൻ്റെ ആളുണ്ടോ? വല്യമ്മ ഒന്നും മിണ്ടിയില്ല. അകത്തേക്ക് പോയി. എന്നിട്ട് ഓൻ പോയില്ല. മനസ്സിലായോ? ചിന്തിക്ക്. ഈ സംഗതി രംഗത്ത് പോകുന്നവനുണ്ട്, പോകാത്തവനുണ്ട്. 500 നോട്ട് പോക്കറ്റിലുണ്ട്. ബെല്ലടിച്ചു. ഒരു 10 മിനിറ്റ് ഒരാളെ കണ്ടതേ ഇല്ല. ഒച്ചനക്കി വിട്ടുകാരെ പെറുക്കാരെ 2-3 വട്ടം ചോദിച്ചു. ആളൊന്നില്ല. മോൻ നടക്കും. എന്തുകൊണ്ട്? എവിടെയെങ്കിലും ഒരു ചായപ്പൊടിയോ കിട്ടുമോ?
ഏതെങ്കിലും മോരും വെള്ളം വെക്കുന്ന ആളെ കണ്ടാലും നമുക്ക് ബലൊന്നും കണ്ട ആവശ്യമില്ലല്ലോ. അതേ സമയത്ത് ഇവിടെ തന്നെ എന്തുകൊണ്ട് 10 പൈസ പോക്കറ്റിലില്ല. 10 മിനിറ്റ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു വല്യമ്മ അങ്ങനെ തല കാട്ടി, കഞ്ഞിൻ്റെ ഉണ്ടെങ്കിൽ ലേശം. അപ്പോൾ ആ തല അങ്ങനെ തന്നെ തള്ള എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ വല്യമ്മാൻ്റെ തല ഒരു 10 മിനിറ്റ് അതിനെ പുറത്ത് കണ്ടതേയില്ല. അപ്പോൾ അവിടെ തന്നെ എന്ത് വരാതിരിക്കൂല, വരും, കുറച്ചുകൂടെ നോക്കുക, ഏതായാലും മനുഷ്യണ്ടല്ലോ. ഒരു എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ട് അവനെ നിന്നു? എന്തുകൊണ്ട് നിന്നത്? അതല്ലാത്തൊരു പരിഹാരം അവന് ഇല്ല. വളരെ ചിന്തിക്കണം. ഈ നിലക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഈ നിലക്കായാൽ നീ റബ്ബിന്റെ മുഖറബായി മാറും. ഏറ്റവും ചുരുങ്ങിയത് കുടുങ്ങിയ നേരത്തെങ്കിലും റബ്ബിനെ പൂർണ്ണമായി ശ്രമിക്കുക. അതും ഇല്ല. നമ്മളും റബ്ബിലും തമ്മിലുള്ള ബമ്പും തമ്മിലുള്ള ബന്ധം ഒരു UDF LDF വേണ്ട. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒറ്റക്കുമല്ല, ലീഗ് ഒറ്റക്കുമല്ല. LDF അങ്ങനെയാ, CPI ഒറ്റക്കുമല്ല, CPM ഒറ്റക്കുമല്ല. ലീഗ് ഒരു കാര്യം പറഞ്ഞാൽ കോൺഗ്രസിന് പറയാം ആലോചിക്കാം, ഏതായാലും നിങ്ങൾക്ക് ഒറ്റ കണപ്പിലാക്കാൻ കഴിയില്ല എന്നൊരു ധാരണയിലാണ് കോൺഗ്രസ്. തിരിച്ച് കോൺഗ്രസ് പറഞ്ഞാൽ ലീഗും അങ്ങനെ പറയാം. CPI പറഞ്ഞാൽ CPM-ന് പറയാൻ ഏതായാലും CPI ഒറ്റ കണപ്പിലാക്കാൻ കഴിയില്ല, CPM കൂടണം. അല്ലെങ്കിൽ CPM പറഞ്ഞാൽ CPI-ക്കും പറയാം. ഇതാണ് UDF എന്നും LDF എന്ന് പറയാം. ഒരു കൂട്ടർക്ക് ഒറ്റക്ക് നടപ്പിലാക്കാൻ കഴിയില്ല, മറ്റൊരു കൂടി കൂടണം. ഈ നിലക്കാണ് നമ്മൾ റബ്ബിനെ മനസ്സിലാക്കിയത്. നീ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ മനസ്സിലാക്കിയ രൂപം ഞാൻ പറയണത്. ഏതായാലും കുറച്ചൊക്കെ കാര്യം എൻ്റെ കയ്യിലുണ്ട്, കുറച്ചൊക്കെ അധികാരം എൻ്റെ കയ്യിലുണ്ട്, കുറച്ചൊക്കെ താല്പര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, കുറച്ചൊക്കെ വിഷയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ചിന്തിക്കും. അപ്പോൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തൊരു കടം ലഭിക്കുകയില്ല. റബ്ബിന്റെ അടുക്കൽ നിന്ന് പരിഹാരം നേടാൻ കഴിയുകയുമില്ല. ഷാക്കിറാവുന്ന ഒരു റബ്ബിന്റെ തഖറുബ് നമുക്കില്ല. ഇനി സ്വാബിറിന്റെ തഖറുബ് വേണോ? ആ സ്വാബിറിന്റെ തഖറുബ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? പൂർണ്ണമായി റബ്ബിന് ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനസ്സും നമുക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രശ്നമൊട്ട് പരിഹരിക്കുകയുമില്ല. ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആളെ തേടി നടക്കുക. ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കല്ലാതെ അല്ലാഹുവിനല്ല. അവനെ കൊണ്ട് കാര്യം നിവർത്തിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അവൻ ആരാ? അവൻ വഇമ്മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. എല്ലാം നിറഞ്ഞു കിടക്കുന്നവനാണ് അവൻ. അവനെല്ലാം നിറഞ്ഞു നിൽക്കുന്നവനാണ്, നിറഞ്ഞു കിടക്കുന്നവനാണ്. അള്ളാഹ്ക്ക് നടക്കാത്ത കാര്യമല്ല, എല്ലാം അവനിൽ നിറഞ്ഞിട്ടുണ്ട്. വഇമ്മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു വഇമ്മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു. അപ്പോൾ അവൻ ഒരു കാര്യം നമുക്ക് ചെയ്തു തരാത്തത് അവന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ല. വഖ്റഇൽ ബാബീനി, വാതിലിൽ മുട്ടേണ്ട വിധത്തിൽ മുട്ടണം. ഖറഅ എന്ന വാക്കും ലറബ എന്ന വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ലറബ എന്നാൽ സാധാരണ അടിക്കാണ് ലറബ എന്നറിയാം. ഖറഅ ഒന്നുകൂടി അതിശക്തമായി അടിക്കണം. അൽ ഖാരിഅതു മൽ ഖാരിഅ. ഖറഅ എന്ന വാക്കിൽ നിന്നാണ് അൽ ഖാരിഅ എന്ന വാക്കുണ്ടായത്. അതിശക്തമായി മുട്ടണം. മനസ്സിലായില്ലേ? വഖ്റഇൽ ബാബിയ അലാ ഖദമി തഫ്വീദി. എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. റബ്ബ് എനിക്ക് നിവർത്തിച്ചു തരും എന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. സുഖത്തിലും ദുഃഖത്തിലും റബ്ബിനെ ഓർത്ത് നടക്കണം. പ്രാർത്ഥന എന്നാൽ അതിനൊരു സമയമില്ല. ജീവിതം മുഴുവനും പ്രാർത്ഥനയായാൽ പരിഹരിക്കാത്ത വിഷമവുമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് നോക്ക്. ചിന്തിക്ക്. പ്രാർത്ഥനക്ക് ഒരു സമയമില്ല, പ്രാർത്ഥനക്കൊരു സമയമില്ല, പ്രാർത്ഥനക്കൊരു സന്ദർഭമില്ല, സമയമില്ല.
പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതവും ഇല്ല. എപ്പോൾ പ്രാർത്ഥന തന്നെ. എന്തുകൊണ്ട്? ഉടമയുടെ മൂലധനം ലാ ഹൗല വലാ ഖുവത, അടിമയുടെ മൂലധനം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്നുമില്ലാത്തവനാണ് അടിമ. ഒന്നുമില്ല. ഉടമക്കാരനോ എല്ലാം നിറഞ്ഞവനോ. അതുകൊണ്ട് ഒന്നുമില്ലാത്തവൻ തട്ടുന്നത് പോലെ അടിമ തട്ട് തന്നെ വേണം. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. നാടാകെ ഓടിയിട്ട് വിഷയം പരിഹരിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. വിഡ്ഢികളുടെ സുഖത്തിൽ ചാടണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ നല്ലൊരു ശതമാനം ഇന്ന് വിഡ്ഢികളുടെ സുഖത്തിലാണ്. ആർക്കും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നവർ ഉണ്ട്, നമ്മളെ കാഴ്ചയിലില്ല. എൻ്റെ കാഴ്ചയിലില്ല. അങ്ങനെ ആരെങ്കിലും കാഴ്ച ഒരു പ്രശ്നം പരിഹരിച്ചു തരാൻ പറ്റും ഒരാൾ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ എന്നെയോ തൊട്ടടുത്ത ആളെ ഫോൺ നമ്പർ അറിയിക്കേണ്ടതാണ്. പ്രശ്നം പരിഹരിച്ചു തരാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അറിയിച്ചു തരണം. എനിക്കും കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു പണിയില്ലാത്തവനെ ഉള്ള പണിയാണ് ചികിത്സാരിയായിരിക്കുക എന്ന് പറയും. ആത്മീയ ചികിത്സക്ക് അങ്ങനെയാണ്. ഇങ്ങനെ ഒരു പണിയും അവന് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് വേഗം ഒരു അൽ ഫാത്തിഹ എന്ന് പറഞ്ഞു ഫൂ നടന്നിരുന്നാൽ ആത്മീയ ചികിത്സ പാടിയായി. ഇത് തെറ്റാണെന്ന് ചോദിച്ചാൽ ശരി ചെയ്യുന്നവർ ശരിയാണ്, തെറ്റ് ചെയ്യുന്നവർ തെറ്റാണ്. ഞാൻ ആരെയും ആക്ഷേപിക്കാനല്ല ഇത് പറഞ്ഞത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് അള്ളാഹുവിലേക്ക് ഓടുന്നതിന് പകരം ഒരു കഴിവുമില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാതെ, ഒരു പാരമ്പര്യമില്ലാതെ, ചിലപ്പോൾ ചില പാരമ്പര്യമെങ്കിലും ചില ആളുകൾക്കുണ്ടാവും, അവരെ കൊണ്ട് കാര്യം നടപ്പിലായാലും ഇല്ലെങ്കിലും അവരെ സമീപിക്കുന്നതിൽ ഒരു ന്യായമെങ്കിലും ഉണ്ടാവും. എന്തുകൊണ്ട്? അവരെ വാപ്പ ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്തിരുന്നു, അവരെ വല്യാപ്പ ചെയ്തിരുന്നു എന്ന് വളരെ ചിന്തിക്കണം. ഇന്ന് അങ്ങനെയല്ല. ഒരു പണിയില്ലാത്തവൻ എടുക്കുന്ന പണിയായി ആത്മീയ ചികിത്സ മാറി. പിന്നെ ഓരോരുത്തർക്കും ഇന്നൊരുത്തരം മാനസിക രോഗമാണ്. എൻ്റെ അടുത്ത് ആഴ്ചയിൽ രണ്ടാളെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ മഹദിയാണ്. ഈ ആഴ്ച അയച്ചിട്ടുണ്ട്, ഞാൻ ഇമാം മഹദിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മാനസിക രോഗത്തിൻ്റെ അളവ് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഈ ആഴ്ച അയച്ചിട്ടുണ്ട്, ഞാനാണ് ഇമാം മഹദി. ഇപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ ഒരാൾ എനിക്ക് അയച്ചൊരു കത്ത് മാനേജർ കാണിച്ചു തന്നു. ഇതാ ഉസ്താദിന് കാണിച്ചു കൊടുക്കണം, ഞാൻ ഇമാം മഹദിയാണ്. വേറൊരാൾ മഹദിയാണെന്ന് കേട്ടിട്ട് കുടുങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് ആദ്യം കേൾക്കണം ഞാൻ മഹദിയാണ്. മഹദി മാമെങ്ങാനും വന്നാൽ സത്യത്തിൽ നാട്ടുകാർ കുടുങ്ങും. ആരാണ് മഹദി എന്നറിയാതെ. കാരണം നിലവിൽ കേരളത്തിൽ ഒരു 25 ആളുകളെങ്കിലും ഞാൻ മഹദിയാണ് എന്ന് തെളിയിക്കാൻ തയ്യാറായി കേരളത്തിൽ കാത്തിരിപ്പുണ്ട്. ഞാനാണ് ഇമാം മഹദി. ഞാൻ ഇമാം മഹദിയാണ്. ഞാൻ അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ഞാൻ മൂക്കിലൂടെ വെള്ളം ചീറ്റിയാൽ അണ്ണാക്കിലൂടെ പുറത്തെടുക്കുന്നവനാണ്. ഇതൊക്കെയാണ് കറാമത്ത്. ഒരു 25 ആളുകളെങ്കിലും കേരളത്തിൽ ഞാൻ ഇമാം മഹദി എന്ന് പറയുന്നവർ ഉണ്ടെന്ന് എനിക്കറിയാം. പല ആളുകളുണ്ട്. ഇന്ന് രാവിലെ ദാറുൽ ഖുർആനിൽ വന്നപ്പോൾ മാനേജർ എനിക്കൊരു കത്ത് കാണിച്ചു. ഇതാ ഒരു മഹദി ഇമാം നിങ്ങൾക്ക് അയച്ച കത്താണ്. മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. മഹദി കേരളത്തിലാണെന്ന് മനസ്സിലായി. വേറൊരാൾ ഇന്നലെ രാത്രി കത്തയച്ചിട്ടുണ്ട്, ഞാൻ ഇമാം മഹദിയാണ്. ഞാൻ അള്ളാഹു ആണ് എന്ന് വരുത്തി തീർക്കുന്ന വാക്ക് പറഞ്ഞ ആളെയും എനിക്കറിയാം. ഞാൻ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ഏകദേശം മനസ്സിലാകുന്നതുകൊണ്ട് മനസ്സിലാക്കാം. ഞാൻ അള്ളാഹു ആണെന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ മെസ്സേജ് അയച്ച ആളും എൻ്റെ ഫോണിൽ കിടക്കേണ്ട മെസ്സേജ്. ഞാൻ അള്ളയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കി എൻ്റെ മനസ്സിലാക്കാൻ അവൻ അള്ളയാണ്. ഇതൊക്കെ ജനങ്ങളെ പ്രശ്നം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊക്കെ ഗുളിക കഴിഞ്ഞ സോക്കണം. ഇവരിൽ നിങ്ങൾ വഞ്ചിതരാകണ്ട. നിങ്ങൾ പടച്ച തമ്പുരാനല്ല അഭയം തേടിക്കൊള്ളി. വഹാബികൾ ചെയ്യുമ്പോൾ പടച്ചമ്പുരാൻ്റെ പേര് പറഞ്ഞ് തല്ലൂടല്ല, അതല്ല പറഞ്ഞു. ഇനി അത് പറയുമ്പോഴത്തേന് മറ്റൊരുത്തേക്ക് ചാടണ്ട. അവർക്ക് അല്ല എന്താണെന്ന് അറിയാത്തവരാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം പറയുന്നില്ല, ഒരു ലേശം ലീവാണ്. വളരെ ചിന്തിക്കും. ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. അള്ളാഹുവിനെ അന്വേഷിച്ചോളി. റബ്ബിന്റെ ത്വാലിബാവുക, റബ്ബിന്റെ ആബിദാവുക, റബ്ബിന്റെ ത്വാലിബാവുക. റബ്ബിനോട് പറയണം, റബ്ബിനോട് പറയണം. ഒരു നാട്യത്തിലല്ല, റബ്ബിനോട് പറയണം. റബ്ബിന്റെ ആളായി മാറും. പ്രശ്നം പരിഹരിക്കും. എന്ന് പരിഹരിക്കും? റബ്ബ് തീരുമാനിച്ച ദിവസം പരിഹരിക്കും. നമ്മളെ തീരുമാനം മാറ്റാം, റബ്ബിന്റെ തീരുമാനത്തിലുണ്ട്. ഞാൻ എല്ലാവരും ഗൾഫ് പോകാൻ വേണ്ടി ദ്വാരക്കം വന്നാൽ ഞാൻ പറയാറുള്ളത്, അള്ളാഹുവേ ഗൾഫിൽ പോകുന്നതിൽ ഖൈറുണ്ടെങ്കിൽ
ഗൾഫിലെത്താൻ തൗഫീഖ് കൊടുക്കുക, അല്ലാതെ ഞാൻ ദുആ ചെയ്യാറില്ല. ഖൈറാണെങ്കിലോ നിനക്ക് വിധിച്ചത് കിട്ടാൻ ഗൾഫ് പോകണമെന്നുണ്ടോ? ഗൾഫ് പോയില്ലാണ് ഖൈറെങ്കിൽ അത് നടക്കട്ടെ, നാട്ടിലാണെങ്കിൽ അത് നടക്കട്ടെ. ഇത് നടക്കല്ലോ. ചിന്തിക്കണം. അല്ലാഹുവിന്റെ സല്ലിം ലില്ലാ, നീ നിന്നെ അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അവന്റെ ഉദ്ദേശം നിന്നിലുള്ള നടപ്പിലാണ്. അവൻ ആരാ? ഞാൻ അവന്റെ ഉദ്ദേശം നടപ്പിലാവും എന്ന് പറയുമ്പോഴും നമ്മൾ ആരാ? അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ കരുണയെ ചെയ്യൂ. പിന്നെന്താ ഏൽപ്പിച്ചു കൊടുത്താൽ? മനസ്സിലായ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ എന്നാ എല്ലാം കൊട്ടങ്ങി ചാടും. ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? അല്ലാഹു മൂർത്താവിൽ പിടിച്ചിട്ടല്ലാത്ത ഒരു ജീവിയും ലോകത്ത് ഇല്ല. ഒരു ശൈത്താനും ഇല്ല, ഒരു ജിന്നും ഇല്ല, ഒരു ഇൻസും ഇല്ല, ഒരു ആനയില്ല, ഒരു സിംഹവും ഇല്ല. ഒരു ജീവിയുമില്ല. അതിന്റെ മൂർത്താവിൽ അല്ലാഹു പിടിച്ചിട്ടല്ലാതെ. നിങ്ങൾ ഇതിന്റെ കൂടെയുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വമാമിൻ ദാബ, ഒരു വസ്തുയില്ല, ഒരു ജീവിയില്ല. മനുഷ്യനാവാം, ജിന്നാകാം, ഷൈത്താനാകാം, ആരും മായാവിയായോ കുട്ടിച്ചപ്പനായാലും ഒരു ജീവിയാണെങ്കിൽ ഇല്ലാഹുവ ആഖിദും ബിനാസിയതിഹാ, അതിന്റെ മൂർത്താവിൽ ആര് പിടിച്ചിട്ടുണ്ട്? അല്ലാഹു വിട്ടാലല്ലേ അത് ആക്രമിക്കുള്ളൂ. എന്തിനു പിടിക്കണം? നീ പേടിക്കുന്നതിന്, നീ പേടിക്കുന്നത് എന്തിന്? ഒരു വസ്തു പുണ്യ റസൂൽ പറഞ്ഞു, ഏതൊരു ജീവിയാണെങ്കിലും അതിന്റെ മൂർത്താവിൽ റബ്ബ് പിടിച്ചിട്ടല്ലാത്തൊരു ജീവിയും ഇല്ല. ഒരു ജീവിയില്ല, അതിന്റെ മൂർത്താവിൽ റബ്ബിന്റെ കൈയുണ്ട്. ഹജ്ജിന് പോയപ്പോൾ വഴി തടഞ്ഞ് നിന്നു സിംഹം. ഹജ്ജിന്റെ സംഘം പിടിച്ചു. അപ്പോൾ സംഘത്തെ ദൂരെ നിർത്തിയിട്ട് ഇമാം ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനെ അദ്ദേഹം റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് നടന്നു. താരീഖിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കിതാബിൽ കണ്ടതാണ്. അദ്ദേഹം നേരെ ചെന്നു. എന്നിട്ട് സിംഹത്തോട് പറഞ്ഞു, സിംഹമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഇന്ന് ഭക്ഷണമാക്കി തരാൻ തീരുമാനിച്ചതിൽ ഞങ്ങളുമുണ്ടെങ്കിൽ നീ ഞങ്ങളെ കഴിച്ചോ, പ്രശ്നമൊന്നുമില്ല. അത് അല്ലാഹുവിന്റെ തീരുമാനം. അതല്ല, നിനക്ക് ഭക്ഷണമാക്കി നിന്റെ റബ്ബ് എന്ന് നിശ്ചയിച്ചതിൽ ഞങ്ങളെ പേരില്ലെങ്കിൽ യാത്രക്കാർ വലിയ വിഷമത്തിലാണ്. മാറി നിൽക്ക്. ഇന്ന റൂഹുൽ ഹജ്ജ്, ഞങ്ങൾ ഹജ്ജിന് പോവാ. അപ്പോൾ സിംഹം ഒരല്പം ദൂരത്തേക്ക് മാറി തെറ്റി. സംഘം വഴി വിട്ട് കിടക്കുകയും ചെയ്തു. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? നേരെ സിംഹത്തിനടുത്ത് എന്നത് സിംഹത്തോട് പറയാം, സിംഹമേ, ഇന്ന് നിനക്ക് റിസ്ക്കാക്കാൻ വേണ്ടി റബ്ബ് തീരുമാനിച്ച ലിസ്റ്റിൽ ഞങ്ങളുടെ പേരുമുണ്ടെങ്കിൽ തിന്നോ. അത് റബ്ബിന്റെ ഇറാദത്താണ്, റബ്ബിന്റെ താല്പര്യമാണ്. അതല്ല, ഞങ്ങൾ ഏതായാലും നിനക്ക് തിന്നാൻ കഴിയണമെങ്കിൽ റബ്ബ് തീരുമാനിക്കണം. അത് തീരുമാനിച്ചിട്ടുമില്ല, ഈ ഞങ്ങളോട് തിന്നൂല്ല. എന്നാൽ ഹജ്ജിന് പോണ നേരം മുടക്കും ചെയ്യും. അത് ചെയ്യല്ലേ? നിനക്ക് പറഞ്ഞത് മനസ്സിലായോ? വളരെ ചിന്തിക്ക്. എങ്കിൽ സിംഹമേ, നീ മാറി നിൽക്കണം. നീ റബ്ബ് നിശ്ചയിച്ച ലിസ്റ്റിൽ ഞങ്ങളുടെ പേരില്ലെങ്കിൽ ഇന്നാന റൂഹുൽ ഹജ്ജ്, ഞങ്ങൾ ഹജ്ജിന് പോവാണ്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. യാത്രക്കാർ വലിയ പേടിയില്ല. അപ്പോൾ സിംഹം വഴിതിരിഞ്ഞ് മാറിപ്പോയി. അവർ വിട്ടുകടന്ന് ഹജ്ജിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. മനസ്സിലായില്ലേ? സല്ലിം ലില്ലാ, അല്ലാഹുവിന്റെ താല്പര്യം നടപ്പിലായ മതി, നമ്മളെ താല്പര്യമല്ല. എന്തുകൊണ്ട്? നമ്മളല്ല, നമ്മൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. വളരെ ചിന്തിക്കണം. റബ്ബിന്റെ സൃഷ്ടിയാണ്, റബ്ബിന്റെ താല്പര്യം നടപ്പിലാക്കണം. അതിവിടെ അത്രയും ചിന്തിക്കേണ്ടതുള്ളൂ. വളരെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇന്ന് ഈ ബോധം നമ്മളെ കയ്യിൽ ആരുടെ കയ്യിലും ഇല്ല. ഒന്നുമില്ല, ലക്ഷ്യമില്ല. എല്ലാവർക്കും സ്വന്തം താല്പര്യങ്ങളാണ്. എല്ലാം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, അതിനപ്പുറം ഒന്നുമില്ല. അല്ലാഹുവിന്റെ മുഖറബായ ആബിദിന് സ്വന്തം താല്പര്യമില്ല. പിന്നെ മുഖറബിന് എന്തുണ്ടാ? മുഖറബിന് റബ്ബിന്റെ താല്പര്യമല്ലാതെ താല്പര്യമില്ല.
കാമുകനും കാമുകയും കൂടെ റെസ്റ്റോറൻറ്റ് കയറി. അപ്പൊ അവളോട് ചോദിച്ചു, എന്താ ഭക്ഷണം വേണ്ടത്? അവള് പറഞ്ഞു, എനിക്ക് വേണ്ട ഫിഷാണ്. എന്നാ എനിക്കും ഫിഷ്. അവൻ ഫിഷ് കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഫിഷ് കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇന്നും അവന് ഫിഷ് ഒരു വിഷമമില്ല. എന്തുകൊണ്ട്? അതവൻ്റെ പ്രേമപാചനത്തിന് താല്പര്യമാണ്. അതുകൊണ്ട് താല്പര്യം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പിന്നെ അവൻ പുറത്തു വരെ ഛർദ്ദിച്ചാലും അന്നും ഫിഷുന്നു. എന്തുകൊണ്ട്? അവൻ്റെ പ്രേമപാചനം ഫിഷ് തിന്നുമ്പോൾ അവൻ ഇറച്ചി തിന്നാന്ന് അവന് സുഖമുള്ള കാര്യമല്ല. ചിലപ്പം അവസാനം പറയും ചെയ്യും, ഞാൻ ഈ കഴിഞ്ഞ 12 കൊല്ലത്തിൽ ആദ്യമായിട്ട് ഇന്നാണ് മീൻ കഴിക്കണം. ഞാൻ കഴിക്കില്ല. പിന്നെ എൻ്റെ താല്പര്യമാണ്, ഇതിൻ്റെ പ്രേമവചനമാണ്. ചിന്തിക്ക്. അള്ളാഹും അബദും തമ്മിൽ പ്രേമത്തിലാണെങ്കിൽ അള്ളാഹിൻ്റെ താല്പര്യമാണ് അബദിൻ്റെ താല്പര്യം. ഇല്ലെങ്കിൽ പിന്നെ ആർക്കും എന്ത്, ഇന്ന് ഞാനൊന്നും തിന്നുന്നില്ല, ഇജി തിന്നോ, എന്ത് ഇവിടെ ഇറച്ചില്ല അത്ര, പിന്നെ പോൾക്ക തിന്നുന്നത് എന്ത് രസമുള്ള. നമുക്ക് വേണ്ടത് നമ്മളെ താല്പര്യം അള്ളാഹ് നടപ്പിലാക്കി തരുകയാണ്. അള്ളാഹുവിൻ്റെ താല്പര്യം നടപ്പിലാക്കണമെന്ന ചിന്ത നമുക്കില്ല. അള്ളാഹുവിൻ്റെ താല്പര്യം നടപ്പിലാക്കണമെന്ന ചിന്ത വരുന്നത് വരെ നമ്മൾ യഥാർത്ഥ മുഅ്മിൻ ആയി തീരുകയില്ല. അങ്ങനെ വന്നാലോ, അങ്ങനെ വന്നാൽ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ മുസ്ലിങ്ങളെ സുരക്ഷയിലാണ് പേടി. ഇസ്ലാമിന്റെ സുരക്ഷ അങ്ങനത്തെ പ്രശ്നമില്ല. ഇസ്ലാമിനെയും മുസ്ലിങ്ങൾ വർജിക്കും മുസ്ലിങ്ങളെ സുരക്ഷത്തിന് വേണ്ടി. ഇതാണ് പുതിയ കാലം. മുസ്ലിങ്ങളുടെ സുരക്ഷയിലാണ് ഇപ്പൊ ചർച്ച എല്ലാം. ഇസ്ലാം നശിച്ച പ്രശ്നമില്ല, മുസ്ലിങ്ങൾക്ക് സുരക്ഷ. എല്ലാവരും ചർച്ച അതാണ്. മുസ്ലിങ്ങളുടെ സുരക്ഷിതത്വത്തിലാണ് ഇപ്പൊ ചർച്ച. മുസ്ലിങ്ങളുടെ സുരക്ഷിതത്വം. ഇസ്ലാം വിഷയമല്ല. മുസ്ലിങ്ങളുടെ പ്രയാസമുള്ള ഈ കാലത്ത് അങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ ചൂടാകുക. ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയാൻ പാടും. മുസ്ലിങ്ങൾ ഇന്ന് എന്തൊരു ഭയാനകമായ പ്രശ്നത്തിന്റെ നടുവിലാണ്. അപ്പൊ നിയമങ്ങളെ നമ്മൾ മാറ്റിവെക്കണം. ആർക്ക് വേണ്ടി? ഈ പോന്തായികളെ സുരക്ഷിതത്വത്തിന് വേണ്ടി. ഇവർ ഒരു കാര്യം ആലോചിക്കണില്ല. സുരക്ഷിതത്വം അള്ളാഹുവിന്റെ തീരുമാനമാണ്. വളരെ ചിന്തിച്ച്, സുരക്ഷിതത്വം അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഒരുത്തൻ ശത്രുവിനാൽ കൊല്ലപ്പെടണം, അല്ലെങ്കിൽ വർഗീയവാദികളാൽ കൊല്ലപ്പെടണം എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അത് നടപ്പിലായേ ഇരിക്കൂ. അങ്ങനെ തന്നെ. അതേസമയത്ത് അള്ളാഹുവിന്റെ താല്പര്യം, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ലെങ്കിലോ, ഈ ലോകത്തെ എല്ലാവരും വാളെടുത്ത് ചാടിയാലും ബോംബുണ്ടാക്കി വലിയ ബോംബ് നിർമ്മാണശാലകൾ ഉണ്ടാക്കിയാലും നിന്റെ മേൽ ഒരു ചീന പടക്കിടാൻ വരെ അവർക്ക് കഴിയില്ല. കഴിയുന്നില്ല. എന്തേ കഴിയോ? ഇതിനാണ് ഈമാന്റെ 6ാമത്തെ കാര്യം. അത് ബുക്കിൽ എഴുതിയിട്ട് 5ാം ക്ലാസ്സിൽ 50 മാർക്ക് വാങ്ങാൻ വേണ്ടി അള്ളാഹ് ഉണ്ടാക്കി നിയമമല്ല, നമ്മളെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ബുക്കിൽ എഴുതി പരീക്ഷയ്ക്ക് പാസ്സാക്കാനുള്ള നിയമം മാത്രമാണ് 6ാമത്തെ കാര്യം. എന്ത് സംഭവിച്ചാലും ആരുടേതായ തീരുമാനം? അല്ലാഹ്. എന്ത് സംഭവിച്ചാലും റബ്ബിന്റെ തീരുമാനമാണ്. ഞാനായി നാശത്തിൽ ചാടുന്നില്ല. എന്നാൽ നാശം ഇങ്ങോട്ട് വന്നേ തീരൂ എന്നാണെങ്കിൽ എനിക്കത് ഒഴിവാക്കാനോട്ട് കഴിയില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ തീരുമാനമാണ്. തീരുമാനം അവൻ്റെതാണ്, എന്റേതല്ല. എനിക്ക് യാതൊരു തീരുമാനവുമില്ല. എല്ലാം അവന്റെ തീരുമാനമാണ്. ഞാൻ അവന് എന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. കഴിഞ്ഞ 2020 മാർച്ച് 23 2 തരത്തിലുള്ള ദമ്പതികൾ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. കഴിഞ്ഞ 2020 മാർച്ച് 23 ലോകത്ത് 2 തരം ദമ്പതികൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നെ നോക്കി പഠിപ്പിക്കണ്ട. കഴിഞ്ഞ ഇങ്ങോട്ട് നോക്കി. കഴിഞ്ഞ 2020 മാർച്ച് 23 വൈകുന്നേരം 8:30-9 മണിക്ക് കിടക്ക വിരിയൊക്കെ തട്ടിക്കൊട്ടി കിടക്കാൻ ഒരുങ്ങുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ വർത്തമാനത്തിനിടയിൽ 2 തരം വർത്തമാനങ്ങൾ നടന്നിട്ടുണ്ടാവും. കഴിഞ്ഞ 2020 മാർച്ച് 23 എന്താണ് ആ പറഞ്ഞത്? അന്നാണ് വൈകുന്നേരം 7 മണിക്ക് ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇന്ന് മുതൽ നമ്മുടെ രാജ്യത്ത് ലോക്ക്ഡൗൺ ആണ്, ഒരു സ്ഥാപനങ്ങളും തുറക്കാൻ പാടില്ല, ഇനിയൊന്നുമില്ല, എല്ലാ സാധനങ്ങളും
അടച്ച്, എല്ലാ കടകളും അടച്ച്. അവശ്യ സർവീസുകൾ വേണമെങ്കിൽ അതന്നെ ലോക്ക്ഡൗൺ ആദ്യം പറഞ്ഞിട്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടാണ് അത്യാവശ്യ സാധനത്തിന് വേണ്ടി ലേശം നേരം പുറത്തിറങ്ങാന്ന് പറഞ്ഞു. എന്തേ നിങ്ങൾ ഇവിടെ ഇല്ലേ? മനസ്സിലായോ? ഇരിക്കണം. നിങ്ങൾക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടോ? എനിക്കുണ്ട്. ഇന്ത്യ രാജ്യത്തെ 120 ചില്ലാനം കോടി ദമ്പതിമാരുടെ ആളുകളുടെ ഭാര്യയും ഭർത്താക്കന്മാർ തമ്മിൽ അന്ന് വൈകുന്നേരം ഒരു സംസാരം നടന്നിട്ടുണ്ടാവും. എന്താ സംസാരം? ഇനിയിപ്പോ എങ്ങനെ കഴിഞ്ഞൂടെ? അപ്പോൾ ഒരു കൂട്ടക്കാർ പറഞ്ഞിട്ടുള്ള മറുപടി എങ്ങനെ അറിയില്ല, എന്താ ഇപ്പം എങ്ങനെ കാട്ടുക? ഇതാണ് 99% ആളുകളും. ഇനി 95, 5% വിടുക പറഞ്ഞിട്ടുണ്ടാവുക. ഒരു 5% അല്ലെങ്കിൽ 2%, 1% പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളെ സ്ഥാപനം കൊണ്ടല്ലല്ലോ നമ്മൾ കഴിഞ്ഞോടുന്നത്, നമ്മളെ റബ്ബിൻ്റെ തീരുമാനം കൊണ്ടല്ലേ, അതുകൊണ്ട് ആ റബ്ബ് ബാക്കിയുണ്ടെന്ന് വിചാരിച്ചോ, ഒരു സലാത്ത് ചൊല്ലി വേഗം ഇറങ്ങാക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു അനുഭവം ഇവിടെ ഉണ്ടെങ്കിൽ ഉള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൈപൊക്കാം. നിങ്ങൾക്കും നിങ്ങളെ പെണ്ണുങ്ങൾക്കും അന്തമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? ജോലിക്കാർക്ക് ജോലി മുടങ്ങി, എല്ലാം മുടങ്ങി. പൊറോട്ട അടിക്കാൻ പോകണവര്, രാവിലെ വെള്ളപ്പം ചുട്ടു കൊടുക്കണവരും ഒക്കെ മുടങ്ങി. എല്ലാം ഉണ്ണിയപ്പം വരെ ഇനി ചൂടാൻ പറ്റൂല. എന്നോട് ഫറോക്കിലുള്ള നമ്മളെ ഷാഹുൽ എന്നെ നമ്മളെ ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ വിദ്യാർത്ഥിയായ ഷാഹുൽ ഏകദേശം ഒരു 8-8.5 മണി നേരം എനിക്ക് വിളിച്ചു. അതെ, ലോക്ക്ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം അപ്പം നമ്മൾ കേട്ടുള്ളൂ ലോക്ക്ഡൗൺ എന്താ ലോക്ക്ഡൗൺ ഷാഹുലെ. അപ്പോൾ ഇപ്പം പറഞ്ഞു അതിപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കോഴിക്കോട് വീടിൻ്റെ ആ മതിലിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ മതിലിൻ്റെ അടുത്താണ് അവിടെ നിൽക്കണം. അപ്പോൾ പറഞ്ഞ വാക്കനുസരിച്ച് അവിടെ തന്നെ നിൽക്കണമെന്നാണ് ഉള്ളത്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എല്ലാവരും അറിയാതെ കയറിക്ക എന്ന്. എൻ്റെ വീട്ടിലും ഇങ്ങനത്തെ സംസാരം നടന്നിട്ടുണ്ട്. രാത്രി എല്ലാ വീടും നടന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? അതാ ഞാൻ പറഞ്ഞു 2020 മാർച്ച് 23 സംഭവം. ഇതൊക്കെ ചിന്തിക്കണം, അത് ഒരിക്കലും മറക്കാൻ പാടില്ല. എന്നിട്ട് എന്തേ ഉണ്ടായത്? ഞാൻ മനസ്സിലാക്കുന്നത് കേരളക്കാർ ഏറ്റവും കൂടുതൽ തടിച്ചത് കൊറോണ കാലത്താണ്. തടി നന്നായത്, തടിച്ചത്, കിറ്റ് കിട്ടിയത്, ഭക്ഷണ സാധനങ്ങൾ ബാക്കിയായത്. പെണ്ണുങ്ങൾക്കും കുട്ടികളുടെയും ആകൃതികളും രൂപങ്ങളും ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റേ നട്ടപ്പാതിരൊക്കെ വന്നിട്ട് പെണ്ണുങ്ങളെയും കണ്ട് അല്ലെങ്കിൽ കുട്ടികളെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ നോട്ടം നോക്കിയിട്ട് പോയാൽ പിറ്റേ നേരം നോക്കുമ്പോൾ ഇതാ പോക്കർ കാക്ക എന്ന പഴയ കാലത്ത് ഞങ്ങൾ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്തുള്ള ഒരു ഫലിതുണ്ട്. ഇതാ പോക്കറാക്കാക്ക് മീൻ വെക്കണ പണിയാണ്. ഒരു സുബൈക്ക് മുമ്പ് കടപ്പുറത്ത് പോകും. പിന്നെ മീനും അതിൻ്റെ കടം വാങ്ങിയവരെ പൈസ എല്ലാം കൂടി വാങ്ങി കൊടുക്കേണ്ടടുത്ത് കൊടുത്ത് പീടിയിലൊക്കെ ഏൽപ്പിച്ച് മാർക്കറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് 10-12 മണിയാവും. അതുകൊണ്ട് കുട്ടിക്ക് ബാപ്പാനെ കാണാൻ കഴിഞ്ഞില്ല. റോട്ടിലൂടെ അങ്ങനെ പോകുമ്പോഴും മദ്രസയിൽ ചെല്ലുമ്പോഴും ഉസ്താദും പീഡിയക്കാരും ഒക്കെ പറയും അത് പൊക്കരാക്കാൻ കുട്ടിയാണ്, അത് പൊക്കരാക്കാൻ കുട്ടിയാണ്, അത് പൊക്കരാക്കാൻ കുട്ടിയാണ് എന്ന് കുട്ടി പറഞ്ഞു കേൾക്കുക എന്നല്ലാതെ പോക്കരാക്കാനെ കാണാനുള്ളൊരു വാക്യം കുട്ടിക്കുണ്ടായില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു കുട്ടി മദ്രസയിലൊക്കെ പഠിപ്പുടങ്ങി. ഇത് പോക്കരാക്കാരെ കുട്ടിയാണെന്ന് അറിയും, പക്ഷെ പോക്കരാക്കാരാണ് കുട്ടിക്കറിയും. കാരണം 11 മണിയായിട്ട് കുട്ടി വരും, പോക്കരാക്ക് വരുള്ളൂ, സുബൈന് പോക്കരാക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം മാർക്കറ്റിൽ പോയി നോക്കുമ്പോൾ മാർക്കറ്റിൽ എന്താ പറയുക, ഹർത്താല, ഒന്നും നടക്കൂല. അങ്ങനെ മടുത്ത് വേദനയോട് കൂടെ മൂപ്പര് മീൻകൊട്ടയും ചുമന്ന് കാലിപ്പെട്ടിയും ചുമന്ന് വന്ന് നേരെ വീട്ടിലെ തിണ്ടിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ഒതുക്കങ്കല് കയറി അരത്തിൻ്റെ മേല് ആ തലയൊക്കെട്ടൊക്കെ അഴിച്ച് താഴെ വെച്ച് 2 കൈ ഇങ്ങനെ കുത്തിയിട്ട് ഇനിയിപ്പോൾ എന്താ ഇന്നത്തെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നേരത്താണ് മദ്രസ വിട്ട് കുട്ടി ഇങ്ങനെ കയറി വരുന്നത്. അപ്പം നേരെ കുട്ടിയൊന്നും മിണ്ടിയില്ല, കാരണം ആദ്യം കാണുന്ന ഒരാളാണല്ലോ. അച്ഛൻ ഉമ്മാനോട് ചോദിച്ചു ഇത്രേ, ഇതമ്മ പോക്കരാക്കാം, ഇങ്ങനത്തെ നിയമമുണ്ട്, അങ്ങനത്തെ ഒരു ഫലിതടിച്ച ചരിത്രത്തിൽ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പലരും ഇതമ്മ പോക്കരാക്കളായിരുന്നു ലോക്ക്ഡൗൺ വരുന്നവരെ. സ്വന്തം ഭാര്യയ്ക്ക് ഇത്ര ചുരുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ലോക്ക്ഡൗൺ കാലത്താണ്. കാരണം അവളെ കാണാൻ നേരമില്ല. നമ്മളെ കുട്ടികൾക്ക് ഇത്ര ഓമനത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ലോക്ക്ഡൗൺ കാലത്താണ്. ലോക്ക്ഡൗൺ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ലോക്ക്ഡൗൺ ഇനിയും വന്നാലും ഒന്ന് കുടിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? തിരക്കില്ല. ഇപ്പോൾ തിരക്കാണ്, തിരക്കാണ്, പെരുന്തിരക്കാണ്.
ഇന്നലെ ഒരാൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാണേണ്ടതുണ്ട്, അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പറഞ്ഞത്. എന്തുകൊണ്ട്? തിരക്കാം. ലോക്ക്ഡൗൺ കാലത്ത് തിരക്കില്ല. പിന്നെന്തേ? മന്തി, കുഴിമന്തി, ഖബർ മന്തി പോലത്തെ മന്തികൾ തിന്നിട്ട് കൊടൽ നാശായ നമുക്ക് കൊടലൊക്കെ വൃത്തിയായി. എന്തേത്? ചക്കക്കൊക്കെ ഇത്ര രസമുണ്ടെന്ന് മനസ്സിലായത് ലോക്ക്ഡൗൺ കാലം. പോയിട്ട് ചക്കക്കുരു ജ്യൂസിന്റെ പരീക്ഷണങ്ങൾ, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് കേരളത്തിൽ നടന്നുപോയത്. ചക്കക്കുരു എങ്ങനെ ജ്യൂസ് അടിക്കാം എന്ന കാര്യത്തിൽ വലിയ വലിയ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലത്തെ ചിന്തകന്മാർ ലോക്ക്ഡൗൺ കാലത്ത് കേരളത്തിലുണ്ടായി. ഇതൊക്കെ നടന്നത്. അപ്പൊ എന്റെ ഒരു കുഴപ്പമുണ്ടായില്ല. ആരും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ചത്തില്ല, പട്ടിണി കണ്ണ് ഒരുത്തനും ചത്തില്ല. അവന്റെ സ്റ്റോർ റൂമിൽ കുറച്ച് സാധനം കൂടിയെന്നല്ലാതെ. സത്യാണോ അല്ലേ? ആ സത്യാണോ അല്ലേ പറഞ്ഞിട്ടേ അപ്പുറത്തേക്ക് പോകുള്ളൂ. സത്യാണോ അല്ലേ? 100% സത്യമാണ്. എന്തുകൊണ്ട്? റസ്സാഖ് അല്ലാഹ് അവനാണെന്ന് പറയണ, റബ്ബാണ് റസ്സാഖ് എന്ന് പറയണ. തിന്നാൻ തരാൻ ഏറ്റത് പീടിയല്ല, തിന്നാൻ തരാൻ ഏറ്റത് അള്ളാഹു എന്ന് പറയടാ. തിന്നാൻ തരാൻ ഏറ്റത് ഗൾഫല്ല, തിന്നാൻ തരാൻ ഏറ്റത് അള്ളാഹു ആണെന്ന് പറയണങ്ങൾ. എന്നിട്ട് ഒരു അൽഹംദുലില്ലാ എന്ന് പറയില്ല, അത് പറയില്ല. നാലോണം ഉരുട്ടി മുണങ്ങി പോരുമ്പോൾ ഒരു അൽഹംദുലില്ലാ എന്ന് പറയില്ല. എന്നാൽ മുഅ്മിൻ അങ്ങനെയല്ല. ഓരോ ഉരുളക്കും അൽഹംദുലില്ലാ എന്ന് പറയും. ഓരോ ഉരുളക്കും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആളെ കൂടെയും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരു അൽഹംദുലില്ലാ പറയാത്തവൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരു ഉരുളക്ക് അൽഹംദുലില്ലാ പറയുന്ന ആളെ ഞാൻ എന്ത് അല്ലാഹു ഷാക്കിറാണ്, പറയാൻ കഴിയില്ല. ഓരോരു ഭക്ഷണം കാണുമ്പോഴത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു ഫ്രൂട്ട്സിൻ്റെ പീടിയ, അത് വാങ്ങാൻ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ പീടിയ കാണുമ്പോഴത്തിന്, ഒരു പലചരക്ക് പീടിയയിൽ അരി സാമാനങ്ങൾ നിറഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ അപ്പോൾ പറയണം അൽഹംദുലില്ലാ. എന്തുകൊണ്ട്? നിന്റെ കയ്യിൽ പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ആ സാധനത്തിനെ പടക്കുന്ന പണി അല്ലാഹ് നിർത്തിയിട്ടില്ലല്ലോ. സത്യമാണോ അല്ലേ? എന്ത് ഞാൻ ഈ നിറച്ചിങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ അടുക്കി വെച്ച കാണുമ്പോൾ പലപ്പോഴും അതിൽ യാത്ര ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? പഠിച്ചോനെ സാധനം ഇപ്പോഴുണ്ടല്ലോ. തീറ്റക്കാർ കൂടിയിട്ട് സാധനം കൂടിയിട്ടേ ഉള്ളൂ. ആണോ അല്ലേ? ചിന്തിക്കില്ലേ? തീറ്റക്കാർ കൂടി സാധനം കൂടി, കൃഷിക്കാർ പറഞ്ഞു പക്ഷെ സാധനം കൂടി. നിങ്ങളിൻ്റെ ഇതെന്തൊക്കെ ഇക്കുമത്താം അല്ലാഹു അഅലം. മനസ്സിലായില്ലേ? തീറ്റക്കാർ കൂടി, കൃഷിക്കാർ കുറഞ്ഞു, പക്ഷേ സാധനം കൂടി. ആപ്പിളും മുന്തിരിയും ഓറഞ്ചും നിറച്ച് 70 എന്ന് പറഞ്ഞോ, പിറ്റേന്ന് 60 എന്ന് പറഞ്ഞു, പിറ്റേന്ന് 50 എന്ന് പറഞ്ഞിട്ട് കൊണ്ടേക്കൂടി എന്ന് പറയുന്നത് കാത്തിരിക്കുന്നവരെ നമ്മൾ കാത്തിരിക്കും ചെയ്യും. സാധനം മാത്രമുണ്ട്. എന്ന് പറയുമ്പോൾ റസ്സാഖിനെ പറ്റി ചിന്തിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാ. നീ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും, നിനക്ക് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും അൽഹംദുലില്ലാ, അല്ലാഹ് അവനാണ് യോഗ്യൻ.